ഹലോ ഗായ്സ്, വെൽക്കം ടു ഡേ 4 ഓഫ് ഡേ 1 2 3 4. നമ്മളപ്പോൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഡേ 4-ൽ കവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെക്സ് ബോക്സ് ആണ് കവർ ചെയ്തത്. സോ അത് തന്നെ ആയിരിക്കും നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇത് നോട്ട്സ് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. സോ ഐ വിൽ ഷെയർ ദാറ്റ് ടു ദ ഗ്രൂപ്പ്. സോ നമുക്ക് വേറെ ഫോൾഡർ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഐ ഗെസ് സപ്പോസ് റെക്കോർഡിംഗ് ഇത് ക്ലോസ് ആവട്ടെ, ഇത് പോട്ടെ, അത് സേവ് ആയിക്കോട്ടെ. വെബ് റെക്കോർഡിനകത്ത് ന്യൂ ഫോൾഡർ ഉണ്ടാക്കുന്നു. ഡേ ഓക്കെ, അത് ഞാൻ ഇവിടെ വരുന്നു. ടോപ്പ് ലെഫ്റ്റിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ഫയലിനകത്ത് ഓപ്പൺ ഫോൾഡർ ഡേ 4 റെക് ആൻഡ് വി സ്റ്റാർട്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ ഫോൾഡർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സാപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇപ്പോൾ ഡേ 4 റെക് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്ന് നമ്മൾ എപ്പോഴത്തെയും പോലെ index.html നമുക്ക് അത്യാവശ്യമായ ഫയലാണ്. സോ വി സ്റ്റാർട്ട് ഓവർ വിത്ത് index.html. അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് styles.css ആൻഡ് ഇൻഡെക്സിനകത്ത് വരുന്നു. നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് ടൈപ്പ് ചെയ്യുന്നു. കുറച്ച് ഡിഫോൾട്ട് കോഡ് വരുന്നു. ഇവിടെ നമ്മൾ ടൈറ്റിലിനകത്ത് വി ഗീവ് ഇറ്റ് ടെസ്റ്റ് ഡേ 4. ബോഡിക്കകത്ത് നമ്മൾ ഫ്ലെക്സ് ബോക്സ്. സോ യെസ്, ഓക്കെ. ഇനി നമ്മൾ ഇവിടെ വരുന്നു, ഗോ ലൈവ് കൊടുക്കും. ഇത് ഇൻഡെക്സ് എടുത്തിട്ട് തന്നെ ഗോ ലൈവ് കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് അവിടെ വരത്തുള്ളൂ. ഓക്കെ, സോ ഓക്കെ, കമ്മിങ് ഓവർ ടു ഫ്ലെക്സ് ബോക്സ്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം മൊത്തത്തിൽ ഒരു ലീനിയർ സാധനമായിരുന്നില്ലേ. നമ്മൾ ഏതൊരു കോഡ് എഴുതിയാലും ഇതിനകത്ത് ഇപ്പോൾ മുന്നേ എഴുതിയ കോഡൊക്കെ ടോപ്പ് ടു ബോട്ടം ഇങ്ങനെ തന്നെ ഒരു ലൈനിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതിപ്പോ ഇങ്ങനെ ഇട്ടാണെങ്കിൽ തന്നെ അതെല്ലാം മാറിന്ന് താഴോട്ട് തന്നെ വരും അല്ലേ. സോ അതായിരുന്നു ഡിഫോൾട്ട്. പക്ഷെ നിങ്ങൾക്ക് വെബ്സൈറ്റ് നോക്കി അറിയാം, ഒരു ടിപ്പിക്കൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് അങ്ങനെ അല്ലായിരിക്കും ഉണ്ടാവുക. സോ നമുക്കിപ്പോൾ ഒരു വിക്കിപീഡിയ തന്നെ എടുക്കുകയാണെങ്കിൽ, wikipedia.org തന്നെ എടുക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കിയാൽ അറിയാം. ലൈക്ക് ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്, ഇവിടെ താഴത്തെ ഒരു സെക്ഷൻ ഉണ്ട്. ഈ താഴത്തെ സെക്ഷനിൽ തന്നെ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 9x9 ഒരു ഗ്രിഡ് ഉണ്ട്. അതിനെ തന്നെ അല്ലെങ്കിൽ ഇവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഇതിനകത്ത് 3 റോ ഉണ്ട്, 3 കോളം ഉണ്ട്. അങ്ങനത്തെ ഒരു കോംപ്ലക്സ് അല്ല, പക്ഷെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് HTML മാത്രം വെച്ചിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെക്സ് ബോക്സ് ഉപയോഗിക്കുന്നത്. ഫ്ലെക്സ് ബോക്സിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ ഫ്ലെക്സ് ബോക്സ് കഴിഞ്ഞ അടുത്ത ആളെന്ന് പറയുന്ന ഗ്രിഡ് ആണ്. ഗ്രിഡ് നമ്മൾ ഈ ഒരു സീരീസ് കവർ ചെയ്യുന്നുണ്ടാവില്ല, ഫ്ലെക്സ് ബോക്സ് ആയിരിക്കും കവർ ചെയ്യുക. സോ ഫ്ലെക്സ് ബോക്സ് വെച്ചിട്ട് നമുക്ക് ഐദർ നമ്മുടെ ഒരു ഡിവ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിനകത്തുള്ള എലിമെന്റ്സിനെ ഒന്നെങ്കിൽ നമുക്ക് റോയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ കോളത്തിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. സോ അതാണ് ഫ്ലെക്സ് ബോക്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. സോ നമുക്ക് ഫ്ലെക്സ് ബോക്സിനകത്തോട്ട് വരാം. സോ ഞാൻ ഇവിടെ ഇപ്പോൾ ഫ്ലെക്സ് ബോക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഒരു ഡിവ് ഡിഫൈൻ ചെയ്തു. ആ ഡിവിനകത്ത് ഫ്ലെക്സ് ഓക്കെ, ഇവിടെ ഈ സാധനം നമുക്ക് ഹൈഡ് ചെയ്യാം. ഇവിടെ എനിക്ക് ഒരു ഡിവ് ഉണ്ട്, ഒരു H2 എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് കണ്ടെയ്നർ ഉണ്ട്. അതിനകത്ത് വീണ്ടും 1 2 3 ഡിവ് വീണ്ടും ഉണ്ട്. ഓക്കെ, ഒരു മെയിൻ ഡിവ്, അതിനകത്ത് നമുക്ക് ഡിവിന് വേണമെങ്കിൽ ക്ലാസ് ഈക്വൽ ടു കണ്ടെയ്നർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് കണ്ടെയ്നർ, ഇത് ഫ്ലെക്സ് കണ്ടെയ്നർ, അതും ഫ്ലെക്സ് കണ്ടെയ്നർ, സോ ഇതും ഫ്ലെക്സ് കണ്ടെയ്നർ. സോ ഒരു കണ്ടെയ്നർ, അതിനകത്ത് 3 ഫ്ലെക്സ് കണ്ടെയ്നർ. എന്നിട്ട് നമുക്ക് ഇതിന് കുറച്ച് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യാം. സോ ഞാൻ കോപ്പറേറ്റിന് വെച്ച് കുറച്ച് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്തിട്ട് ഒരു മിനിറ്റ് ചെയ്തിട്ട് ഞാനത് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കോപ്പറേറ്റിന് പറയാതെ തന്നെ മനസ്സിലാവുമെന്നുള്ളത് നോക്കാം. കോപ്പറേറ്റ് കുറച്ച് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്കത് എന്തായി തീരുവോ നോക്കട്ടെ. ഓ മൈ ഗോഡ്, ദിസ് വെന്റ് ടു ഫാർ. ഓക്കെ, ഇറ്റ് വാസ് എ ബാഡ് മൂവ്. സോ നമുക്കിപ്പോ ഒരു കണ്ടെയ്നർ ഉണ്ട്, അതിനകത്ത് 3 കുഞ്ഞു കണ്ടെയ്നർ ഉണ്ട്. സോ അപ്പൊ ഞാൻ ഇവിടെ ഒരു കണ്ടെയ്നറിനെ നമ്മൾ ഇതേതാ ഐഡന്റിഫയർ, ഇതേതാ സെലക്ടർ, ക്ലാസ് സെലക്ടർ ആണ്. ആ ക്ലാസ് സെലക്ടർ വെച്ച് സെലക്ട് ചെയ്യുന്നു. ആൻഡ് അതിനകത്ത് നമുക്ക് വിത്ത് 100% കൊടുക്കാം. ആ കണ്ടെയ്നർ മൊത്തം വിത്ത് എടുത്തോട്ടെ. ഹൈറ്റ് ഒരു 350 പിക്സൽ കൊടുക്കാം. ആൻഡ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ അത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് റെഡ് ഇടാം. പക്ഷെ ഇപ്പുറത്ത് വന്നില്ല, കാരണം എന്താണ്, നമ്മൾ ലിങ്ക് ചെയ്തില്ല. സോ ലിങ്ക് CSS വി ഗീവ് ഇറ്റ് ആസ് അവർ ഫയലിൽ സ്റ്റൈൽസ് ആൻഡ് ഇറ്റ്. ഓക്കെ, സോ ഈ കണ്ടെയ്നറിനാണ് നമ്മളിപ്പോൾ സ്റ്റൈൽ കൊടുത്തത്. ആ സ്റ്റൈൽ എന്ന് പറയുന്നത് വിത്ത് 100% ആണ്, ഹൈറ്റ് 350 പിക്സൽ ആണ്, ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ഈസ് നത്തിങ് ബട്ട് റെഡ്. സോ ഇതിന് നമുക്കൊരു കളർ, ഒരു വൈറ്റും കൂടെ കൊടുക്കാം. ഈ കളർ ടെക്സ്റ്റിന്റെ കളർ മാറ്റും. സോ അതാണ് അവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് ആ കണ്ടെയ്നറിനകത്തുള്ളത് ആരാണ്, ഫ്ലെക്സ് കണ്ടെയ്നർ ആണ്. ഫ്ലെക്സ് കണ്ടെയ്നറിനും ഇതേപോലെ കുറച്ച് സ്റ്റൈൽസ് ഡിഫൈൻ ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ഡിഫൈൻ ചെയ്യാം. ഓക്കെ,
ഇത്രയും മതിയോ? വേണമെങ്കിൽ കുറച്ചൊരു പാഡിങ്ങും കൂടി ഇട്ടോട്ടെ. പാഡിങ് ഒരു 10 പിക്സൽ. ഓ ഓ ഓക്കെ ഓക്കെ. 10 പാഡിങ് ഒരു 2 പിക്സൽ. 1 പിക്സൽ വേണ്ട, പിക്സലേ വേണ്ട. എന്നാൽ നമുക്ക് ഹൈറ്റ് സെറ്റ് ചെയ്യാം. ഹൈറ്റ് 100 പിക്സൽ. 100 ഇച്ചിരി കൂടിപ്പോയി. നമ്മുടെ കണ്ടെയ്നറിന്റെ പെട്ടിക്കകത്തുനിന്ന് പുറത്ത് വന്നു. 50 വെക്കാം. ഓക്കെ. സോ ഇപ്പൊ എനിക്കൊരു മെയിൻ കണ്ടെയ്നറിനുണ്ട്. അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സ്ക്രീനിന്റെ എൻറ്റയറിറ്റി എടുക്കും. ഹൈറ്റ് എന്ന് പറയുന്നത് 350 പിക്സൽ ആണ്. അതെന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം 350 എടുക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ചുവപ്പ്, ടെക്സ്റ്റിന്റെ കളർ വെള്ള. അതിനകത്ത് വീണ്ടും ഒരു ഫ്ലെക്സ് കണ്ടെയ്നർ ഉണ്ട്. സോ 1 2 3 ഫ്ലെക്സ് കണ്ടെയ്നർ. അതിന്റെ കളർ ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ. ബാക്ക്ഗ്രൗണ്ട് എന്നും കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ എന്നും കൊടുക്കാം. ബോത്ത് ഓഫ് ദം വർക്ക്. ഓക്കെ. സോ ഇവിടെ നമുക്ക് ഓക്കെ. സോ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ കൊടുത്തു. ഹൈറ്റ് 50 ആണ്. ഓരോ ഫ്ലെക്സ് കണ്ടെയ്നറിന്റെ ഹൈറ്റ് 50 ആണ്. സോ ബൈ ഡിഫോൾട്ട് ഈ 3 ഫ്ലെക്സ് കണ്ടെയ്നേഴ്സും, ഐ മീൻ ആ കണ്ടെയ്നറിനകത്തുള്ള 3 ഫ്ലെക്സ് കണ്ടെയ്നേഴ്സും കോളം വൈസ് ആണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ആ പെട്ടിക്കകത്ത് 3ഉം ഒന്നിന് മേലെ ഒന്നായിട്ടാണ് ഉള്ളത്. ഓക്കെ. കോളം കണ്ടെയ്നർ ഒന്നിന് മേലെ ഒന്നായിട്ടാണ് ഉള്ളത്. നമുക്കപ്പോ ഇതിനെ ഈ 3 ഇപ്പൊ 1 2 3 എന്നുള്ളതിനെ 1 2 3 ഒറ്റ റോയിലാക്കണം. ഈ 3 ഐറ്റംസും ഒറ്റ റോയിലാക്കണമെങ്കിൽ നമ്മൾ പാരന്റിന് ഡിസ്പ്ലേ ഫ്ലെക്സ് എന്ന് കൊടുക്കും. ഇപ്പൊ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആ കണ്ടെയ്നറിനകത്തുള്ള കണ്ടെയ്നർ ഒരു ഫ്ലെക്സ് ബോക്സ് ആയി, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് കണ്ടെയ്നർ ആയി. അതിനകത്തുള്ള എല്ലാ ഐറ്റംസും ഫ്ലെക്സ് ഐറ്റംസ് ആയി ബൈ ഡിഫോൾട്ട്. സോ ഫ്ലെക്സ് എന്ന് കൊടുക്കുമ്പോൾ അതിനകത്തുള്ള എല്ലാ ഐറ്റംസും ബൈ ഡിഫോൾട്ട് റോയിൽ വരും. ഐ മീൻ റോയിൽ വരും. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഡിഫോൾട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ ഈസ് റോ. ഈ ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വേറൊരു പ്രോപ്പർട്ടിയാണ്. അതിലോട്ട് വരാം. ഡിഫോൾട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ ഈസ് റോ. നമുക്കപ്പോ ഇവിടെ എന്തോ ഒരു പ്രശ്നം പറ്റിയല്ലോ. ഒരു ബ്രാക്കറ്റ് വെൽസിങ്. ഓക്കെ. ഡിഫോൾട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ ഈസ് റോ. ഞാനപ്പോ കണ്ടെയ്നറിന് ഫ്ലെക്സ് കൊടുത്തപ്പോൾ അതിനകത്തുള്ള ഐറ്റംസ് എല്ലാം എന്ത് പറ്റി? ഒറ്റ റോയിൽ വന്നു. നേരത്തെ അത് കോളത്തിലായിരുന്നു, ഇപ്പൊ അത് ഒറ്റ റോയിൽ വന്നു. ഓക്കെ. ഇപ്പൊ എല്ലാം 1 2 ഇതും ഒരു ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്യും കേട്ടോ. ഇതും ഒരു ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്യും. നമുക്ക് തൽക്കാലം മാറ്റാം. സോ കുറച്ചത് ക്ലാരിറ്റിക്ക് വേണ്ടി. സോ ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഇപ്പോൾ 3 ഐറ്റം ഉണ്ട്. 3ഉം ബൈ ഡിഫോൾട്ട് കോളമായിട്ടാണ് ഉള്ളത്. ഞാനപ്പോൾ ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്താൽ 3ഉം ഒറ്റ റോയിൽ നിരന്ന് വരും. ഓക്കെ. സോ ഫ്ലെക്സ് ഉള്ള ഒരു കണ്ടെയ്നറിന്റെ ഐറ്റംസിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഇടാൻ വേണ്ടി വി ഹാവ് എ ആട്രിബ്യൂട്ട് കോൾഡ് ഗ്യാപ്പ്. 10 പിക്സൽ കൊടുത്താൽ ആ ഫ്ലെക്സ് ഉള്ള കണ്ടെയ്നറിനകത്തുള്ള എലിമെന്റ്സിന്റെ ഇടയിൽ 10 പിക്സൽ ഗ്യാപ്പ് ഇടും. ഫ്ലെക്സ് ഉള്ള കണ്ടെയ്നറിനകത്തുള്ള ഐറ്റംസിന്റെ ഇടയിൽ 10 പിക്സൽ ഗ്യാപ്പ് ഇടും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫോൾട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ ഈസ് എന്ത്? റോ. സോ അത് മാറ്റണമെങ്കിൽ ഫ്ലെക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് നമുക്കൊരു ടാഗ് ഉണ്ട്. അതിനെ കോളം ആക്കുകയാണെങ്കിൽ ദ ഡിഫോൾട്ട് ഫ്ലെക്സ് ഡയറക്ഷൻ വിൽ ബി കോളം. ഓക്കെ. അതപ്പോ ഇപ്പൊ കോളമായി. നേരത്തെ റോ ആയിരുന്നു, ഇപ്പൊ അത് കോളമായി. ഓക്കെ. സോ കോളം. ഓക്കെ. സോ അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇത് കൂടാതെ തന്നെ നമുക്കിപ്പോ കോളം വെച്ചിട്ട് തന്നെ ഇതിന്റെ കൂട്ടത്തില് ഇപ്പോ നമുക്കിതിന്റെ ഹൈറ്റും വിഡ്ത്തും 50% സെറ്റ് ചെയ്യാം. ഓക്കെ. വിഡ്ത്ത് 50, 150 ഇരിക്കട്ടെ. ഓക്കെ. സോ ഇപ്പോ എന്ത് മനസ്സിലായി? ആ കണ്ടെയ്നറിനകത്ത് 3 ഫ്ലെക്സ് കണ്ടെയ്നർ ഉണ്ട്. അതിപ്പോ ബൈ ഡിഫോൾട്ട് കോളത്തിലാണ് ഉള്ളത്. അതിന്റെ ഓരോന്നിന്റെ ഇടയിൽ ഒരു 10 പിക്സൽ ഗ്യാപ്പ് ഉണ്ട്. സോ ഈ ഒരു ചുവന്ന പെട്ടിക്കകത്ത് തന്നെ ഈ 3 നീലപ്പെട്ടികളെ ഡിഫറെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ മൂലക്ക് വെക്കാം. അങ്ങനെ ലൈക്ക് അങ്ങനത്തെ അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ. ലൈക്ക് ആ കണ്ടെയ്നറിനകത്ത് തന്നെ ഓരോ സ്പെസിഫിക് പൊസിഷനിൽ വെക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സോ അത് ബൈ ഡിഫോൾട്ട് ഫ്ലെക്സ് സ്റ്റാർട്ട് ആയിരിക്കും. ഐ മീൻ ആ ചുവന്ന പെട്ടിയുടെ തുടക്കത്തിലായിരിക്കും. അതിനെയാണ് ഫ്ലെക്സ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോ സെന്റർ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, അത് സെന്ററിൽ വരും. നേരത്തെ സെന്ററിലല്ലായിരുന്നു, ഇപ്പോ സെന്ററിൽ വന്നു. എന്ന് വെച്ചാൽ വെർട്ടിക്കലി സെന്ററിൽ വന്നു. ജസ്റ്റിഫൈ കണ്ടന്റ് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിനെ റോ ആക്കാം. ഓക്കെ. അതായിരിക്കും കുറച്ചുകൂടെ. യാ. സോ റോ ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജസ്റ്റിഫൈ കണ്ടന്റ്. ഓക്കെ. റോ ആക്കുമ്പോഴത്തേക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് വിൽ ബി ഓൺ ദ ഹൊറിസോണ്ടൽ ആക്സസ്. റോ ആക്കുമ്പോൾ ജസ്റ്റിഫൈ കണ്ടന്റ് ഏത് ആക്സസ് ആയിരിക്കും? ഓക്കെ. ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആകുമ്പോഴത്തേക്ക് ജസ്റ്റിഫൈ കണ്ടന്റ് വിൽ ബി ഹൊറിസോണ്ടൽ. സോ ബൈ ഡിഫോൾട്ട് ഫ്ലെക്സ് സ്റ്റാർട്ട് ആയിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിൽ വരും. അതിനെ നമുക്ക് വേണമെങ്കിൽ സെന്റർ ആക്കാൻ പറ്റും. അപ്പോൾ ഹൊറിസോണ്ടലി സെന്റർ വരും. പിന്നെ നമുക്ക്
ഫ്ലെക്സ് എൻഡ് ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ അങ്ങേ അറ്റത്ത് വരും. ഫ്ലെക്സ് സ്റ്റാർട്ട്, സെന്റർ, ഫ്ലെക്സ് എൻഡ്. ഇത് കൂടാതെ തന്നെ ഈ എലമെന്റ്സിന് സ്പേസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞുണ്ട്, അത് കൊടുത്താൽ ആ ഒരു റോയിൽ തന്നെ ഈ 3 എലമെന്റ്സിന് മാക്സിമം ഡിസ്റ്റൻസ് ഇട്ട് വരും. സ്പേസ് ബിറ്റ്വീൻ ഉണ്ട്, അതുകൂടാതെ തന്നെ സ്പേസ് അറൗണ്ട് ഉണ്ട്. അത് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസിന് പകരം രണ്ട് സൈഡിലും കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് അങ്ങനെ നിർത്തും. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ അതാണ് സ്പേസ് അറൗണ്ട് എന്ന് പറയുന്ന ഒരു സാധനം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. സോ ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുക്കുമ്പോൾ ജസ്റ്റിഫൈ അറൗണ്ട് ജസ്റ്റിഫൈ കണ്ടന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആയിരിക്കും. ഇനിയിപ്പോ വെർട്ടിക്കലി ആണെങ്കിൽ നമുക്ക് ഇതിനെ ഫ്ലെക്സ് സ്റ്റാർട്ട് ഡിഫോൾട്ട് വെക്കാം, അല്ല ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി ഇനിയിപ്പോ വെർട്ടിക്കൽ ആണെങ്കിൽ അലൈൻ ഐറ്റംസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കൊടുത്താൽ വെർട്ടിക്കലി ആവും. നേരത്തെ ഹൊറിസോണ്ടലി ആയിരുന്നു, ഈ അറ്റം നടുക്ക് അങ്ങേ അറ്റം. ഇപ്പോ അലൈൻ ഐറ്റംസ് വരുമ്പോ വെർട്ടിക്കലിയാ. സോ മണ്ടയിൽ നടുക്ക് താഴത്ത്. സോ ഇപ്പൊ സെന്റർ ആണ്, ഇതിന് ഞാൻ ഫ്ലെക്സ് എൻഡ് കൊടുത്ത എവിടെ വരും? താഴത്ത് വരും. ഇതിന് ഫ്ലെക്സ് സ്റ്റാർട്ട് കൊടുത്താൽ മുകളിൽ വരും. ഓക്കെ, സോ എനിക്കപ്പോ ഈ കോർണറിൽ വരണമെങ്കിൽ എങ്ങനെ ആയിരിക്കും? ഇത് രണ്ടും ഫ്ലെക്സ് എൻഡ് കൊടുത്താൽ മതി. കണ്ട, ഇത് രണ്ടും ഫ്ലെക്സ് എൻഡ് കൊടുത്താൽ മതി. എനിക്ക് ഇനി അപ്പൊ ഇവിടെ വരണമെങ്കിലോ ഹൊറിസോണ്ടലി ഇങ്ങേ അറ്റത്ത്, അപ്പോ ഫ്ലെക്സ് എൻഡ് ആണ്. പക്ഷെ അലൈന് വെർട്ടിക്കലി സെന്ററിൽ വരണം, അപ്പോ ഇവിടെ സെന്റർ. ഇനി രണ്ടും ഈ ചുമല പെട്ടിയുടെ നടുക്കാണെങ്കിൽ ജസ്റ്റ് രണ്ടും സെന്റർ കൊടുത്താൽ മതി, ഹൊറിസോണ്ടലി വെർട്ടിക്കലി സെന്റർ. സോ ഇതാണ് നമ്മുടെ ഫ്ലെക്സ് ബോക്സിന്റെ 4 ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ലൈക്ക് ഇൻ കേസ് ലൈക്ക് ഇതിനകത്ത് ഇപ്പോ കുറെ സാധനങ്ങളുണ്ടെന്ന് കരുതിക്കോ. ഓക്കെ, ഇങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇത് ബൈ ഡിഫോൾട്ട് കണ്ടോ അതിന്റെ വിഡ്ത്ത് ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ ഈ കണ്ടെയ്നറിന് നമ്മൾ ഫ്ലെക്സ് റാപ്പ് കൊടുത്ത് റാപ്പ് ഇടുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിനുള്ള വിഡ്ത്ത് വെച്ചിട്ട് താഴത്തെ ലൈനിലോട്ട് വന്നുകൊണ്ടേയിരിക്കും. കണ്ടോ കണ്ടോ കണ്ടോ, അതാണ് ഫ്ലെക്സ് റാപ്പ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് റാപ്പ് ചെയ്തോളും. സോ അതാണ് ഫ്ലെക്സ് ബോക്സിന്റെ 4 കോറായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇത് കൂടാതെ നമുക്ക് ഇതിന്റെ അടുത്തതായിട്ട് ഗ്രിഡ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു സീരീസിൽ ഗ്രിഡ് കവർ ചെയ്യുന്നുണ്ടാകത്തില്ല. സോ ഫ്ലെക്സ് ഡയറക്ഷൻ റോ ആണെങ്കിലാണ് ജസ്റ്റിഫൈ കണ്ടന്റ് ഹൊറിസോണ്ടൽ, അലൈൻ ഐറ്റംസ് വെർട്ടിക്കലും. ഇത് കോളം ആണെങ്കിൽ ഈ ബിഹേവിയർ ഉണ്ടല്ലോ അത് നേരെ കൊണ്ടങ്ങ് തിരിയും. അലൈൻ ഐറ്റംസ് വിൽ ബി ഹൊറിസോണ്ടൽ ആൻഡ് ജസ്റ്റിഫൈ കണ്ടന്റ് വിൽ ബി വെർട്ടിക്കൽ. അത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് വെക്കുക, ഞാൻ പറഞ്ഞു നേരം കളയുന്നില്ല. സോ കമ്മിങ് ഓവർ, ഇപ്പൊ എത്ര മിനിറ്റ് ആയി ഗൈസ്? ഓക്കെ 12 മിനിറ്റ്. യാ, വി ആർ ഓൺ ടൈം. സോ അടുത്തതെന്ന് പറയുന്നത് മീഡിയ ക്വറിയാണ്. നിങ്ങൾ K2-ന്റെ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ വളരെ ഒട്ടും യൂസർ ഫ്രണ്ട്ലി ഇതല്ല ഈ സാധനം K2 ലോഗിൻ. ഇത് പുതിയതായി, ഇറ്റ് സംവാട്ട് മോർ റെസ്പോൺസീവ്. സോ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒട്ടും അത്ര റെസ്പോൺസീവ് അല്ല. കാരണം ഡെസ്ക്ടോപ്പിൽ ഈ സാധനം ഇതിന്റെ യൂസബിൾ ആണെങ്കിലും മൊബൈൽ ഡിവൈസിലോട്ടൊക്കെ വരുമ്പോൾ ഈ സാധനം നല്ല രീതിക്ക് പൊട്ടും. ഞാനിപ്പോൾ ഇവിടെ F12 അടിച്ച് ഈ ഐക്കൺ ക്ലിക്ക് ആണെങ്കിൽ മൊബൈലിൽ ഇതിന്റെ വ്യൂ കിട്ടും. ഇതിപ്പോൾ നമുക്ക് iPhone 14 Pro Max എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി താഴത്ത് വന്ന് കിടക്കുന്നുണ്ട്, അതൊരു റെസ്പോൺസീവ് ഇഷ്യൂ ആണ്. പിന്നെ ഈ ഒരു സാധനം ഇപ്പൊ ഇതിന്റെ പെട്ടിന്ന് പുറത്തു പോകുന്നത് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഇത് ഇങ്ങറ്റം വരെ വന്ന ഇഷ്യൂ ഇല്ലായിരുന്നു. ഇതിപ്പോ അവിടെ ഉണ്ടെന്താനും ഇത് ക്ലിക്കബിളും അല്ല. ഇതിപ്പോ ഫോണിലാണെങ്കിൽ ഈ സൈഡിലുള്ള കുറെ സാധനങ്ങളൊന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ലൈക്ക് അങ്ങനെ ഇത് അത്ര ഒരു റെസ്പോൺസീവ് വെബ്സൈറ്റ് അല്ല. സോ ഒരു വെബ്സൈറ്റിനെ റെസ്പോൺസീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയ ക്വറി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് ഒരു വെബ്സൈറ്റിനെ തന്നെ ഡെസ്ക്ടോപ്പിലും മൊബൈലിലും യൂസേഴ്സിന് യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയ ക്വറീസ് യൂസ് ചെയ്യുന്നത്. സോ കമ്മിങ് ഓഫ് മീഡിയ ക്വറി എന്ന് വെച്ചാൽ എന്താണ്? ഒരു വെബ്സൈറ്റിന് ഡെസ്ക്ടോപ്പിലും മൊബൈലിലും ഒരു വെബ്സൈറ്റിനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കും. സോ കമ്മിങ് ഇതാണ് മീഡിയ ക്വറി. സോ അത് കുറച്ച് റൂൾസ് ആയിരിക്കും. ലൈക്ക് എന്താ പറയാ, ബൈ ഡിഫോൾട്ട് ഡെസ്ക്ടോപ്പിൽ ഒരു എന്ന് വെച്ചാൽ ഡെസ്ക്ടോപ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മളിപ്പോ ഫ്ലെക്സ് റാപ്പ് ഇട്ട പോലെ ആയിരിക്കും. ഇവിടെ കുറച്ചുകൂടെ വിട്ട് കൂടുതലായതുകൊണ്ട് അല്ല, ഐ വിൽ ഷോ ദാറ്റ്. ഇതിപ്പോ റാപ്പ് ഇട്ടിട്ടില്ല ഞാൻ, ഇവിടെ ഇപ്പൊ റാപ്പ് ഇട്ടിട്ടില്ല. ഇവിടെ നമുക്ക് തൽക്കാലത്തേക്ക് 3 പേര് മതി. ഇപ്പൊ ഈ ഓക്കെ ഇത്രയും പേര് ഇരുന്നോട്ടെ. ഇപ്പൊ റാപ്പ് ഇടാതെ, ഫ്ലെക്സ് റാപ്പ് ഇടാതെ ഞാൻ ഇത് ഫോണിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നൈസായിട്ട് പൊട്ടിയിട്ടുണ്ട്. കണ്ടോ? ഐ മീൻ ലൈക്ക് ആ ഒരു സാധനം ഇൻസ്പെക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യണേ കുറച്ചുകൂടെ വിസിലോ ഇതാണ്ടോ. ഇത് ഇവിടെ വരുമ്പോ കുറച്ചുകൂടെ ചെറുതാക്കി നോക്കാം ഗൈസ്. ഇതാണ്ടോ, ഇപ്പൊ ആ ചുമന്ന പെട്ടിക്കകത്തുനിന്ന് പുറത്തു പോയില്ലേ? ഇവിടെയൊക്കെ എത്തിയപ്പോ അത്രയൊന്നും ഫോണിന്റെ സൈസ് കാണത്തില്ല. എന്നാലും ലൈക്ക് കുറച്ചുകൂടെ കണ്ടന്റ് ഹെവി ആയിരിക്കുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ആ വെബ്സൈറ്റ് എൻറ്റയർലി പൊട്ടുകയാണ്. സോ ഈ ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മീഡിയ ക്വറി യൂസ് ചെയ്യുന്നത്. ഒരു മിനിമൽ യൂസ് കേസ് ആണിത്.
ലൈക്ക് ഡെസ്ക്ടോപ്പിൽ വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് വിഡ്ത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു റോയിലിരുന്നോ. പക്ഷെ മൊബൈൽ സ്ക്രീനിലോട്ട് വരുമ്പോൾ നിങ്ങൾ കോളത്തിലാവണം. ദാറ്റ് ഈസ് വെബ്സൈറ്റുകളിൽ ഐ മീൻ വിഡ്ത്ത് കൂടിയ സ്ക്രീനുകളിൽ നിങ്ങൾ ഫ്ലെക്സ് ഡയറക്ഷൻ റോ വെച്ചോളൂ. ചെറിയ ഡിവൈസിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ ഫ്ലെക്സ് ഡയറക്ഷൻ കോളം ആവണമെന്ന് പറയുന്നതിനാണ് നമ്മൾ മീഡിയ കൊറിയർ. സോ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയ കൊറിയറെ കോഡ് വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഒരു ഡിഫോൾട്ട് സിൻടാക്സ് എന്ന് പറയുന്നത്. എന്താണ് അത്? സോ ഇവിടെ ഇപ്പൊ ഞാനൊരു മീഡിയ കൊറിയറെ ഡിഫോൾട്ട് സിൻടാക്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടെയ്നർ കൊടുക്കാം. ആൻഡ് കണ്ടെയ്നർ ഞാനിതൊന്ന് ചെയ്തിട്ട് പറഞ്ഞുതരാം. സോ മാക്സ് വിത്ത് ഡോട്ട് കണ്ടെയ്നർ. ഓക്കെ, അത് ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ആണ് നോക്കണം. സോ ഫ്ലെക്സ് ഡയറക്ഷൻ ഷുഡ് ബി കോളം. ഓക്കെ, സോ ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ വിട്ട് കൂടുകയാണെങ്കിൽ നമുക്കിതൊരു വിട്ട് ഒരു 500 ഇടാം. ഓക്കെ, സോ ഞാനിവിടെ പറഞ്ഞത് 500 മേളിൽ മാക്സ് വിത്ത് 500 പിക്സൽ. സോ 500 പിക്സൽ വരെ നിങ്ങൾ കോളമായിരിക്കും. ദാറ്റ് ഈസ് കണ്ടെയ്നറിന്റെ ഫ്ലെക്സ് ഡയറക്ഷൻ മാക്സ് വിട്ട് 500 പിക്സൽ വരെ കോളമായിരിക്കും. 500 പിക്സൽ കഴിഞ്ഞാലോ അപ്പൊ ഈ റൂൾ ആപ്ലിക്കബിൾ അല്ല. ഡിഫോൾട്ട് ബിഹേവിയർ ദാറ്റ് ഈസ് പുറത്ത് എന്താണോ ഡിഫൈൻ ചെയ്തേക്കുന്നത് അത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ റോയാം 500 പിക്സൽ വരെ മാക്സ് വിത്ത് 500 പിക്സൽ വരെ കോളമായിരിക്കും. 500 പിക്സലിന്റെ പുറത്ത് റോ ആയിരിക്കും. സോ അതേപോലെ ഇപ്പൊ കളറും വേണമെങ്കിൽ എനിക്കിവിടെ മാറ്റാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ടു ബ്രൗൺ. സോ 500 പിക്സൽ വരെ ബാക്ക്ഗ്രൗണ്ട് കളർ ബ്രൗൺ ആയിരിക്കും. 500 പിക്സൽ കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് ആവും. റെഡ് എന്ന് പറയുന്നത് ഇവിടെ ഡിഫൈൻ ചെയ്ത് ഡിഫോൾട്ടാണ്. സോ ഈ സാധനത്തിനാണ് നമ്മൾ മീഡിയ ക്വറി യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓരോ സ്ക്രീൻ വിഡ്ത്തിലോട്ട് വരുന്ന അനുസരിച്ച് വെബ്സൈറ്റിന്റെ ലേഔട്ടിൽ ചേഞ്ച് കൊണ്ടുവന്ന് അത് മൊബൈലിലും പൊട്ടാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കമ്മിങ് ഓവർ ലൈക്ക് ഇതാണ് 3 കോമൺലി യൂസ് ചെയ്യുന്ന ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്സലിനെ നമ്മൾ ബ്രേക്ക് പോയിന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 500 പിക്സലിന് വരെ 500 യൂസ് ചെയ്യാറില്ല. 600 പിക്സല്, 786 പിക്സൽ, 1200. സോ ഇത്രയും ഇവിടെയൊക്കെ ഈ പോയിന്റിൽ എത്തുമ്പോൾ ഡെസ്ക്ടോപ്പിലൊക്കെ ആണെങ്കിൽ എല്ലാ റോ ആയിരിക്കും. ടാബ്ലറ്റിലോട്ട് വരുമ്പോൾ കുറച്ച് റോയും കുറച്ച് കോളും. ഇനി മൊബൈലിലാണെങ്കിൽ എല്ലാം കോളം ആയിരിക്കും. സോ ആ ഒരു രീതിയാണുള്ളത്. ഇവിടെ ഈ കണ്ടെയ്നറിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. 600 പിക്സൽ വരെ കോളം ആയിരിക്കും. 600 പിക്സലിന് ശേഷം റോ ആയിരിക്കും. സോ അതാണ് മീഡിയ കൊറിയർ ഒരു മിനിമൽ യൂസ് കേസ് എന്ന് പറയുന്നത്. സോ ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി ബാക്കി ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇനി എത്ര മിനിറ്റ് ഉണ്ട് ഗൈസ്? 17 മിനിറ്റ് ഉണ്ട്. സോ ഇനി ഒരു ചെറിയ സാധനം കൂടെ ഉണ്ട്, REM വേഴ്സസ് CM. ഇതെന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഇതുവരെ യൂസ് ചെയ്ത യൂണിറ്റ്സ് എല്ലാം പിക്സൽ ആയിരുന്നു. സോ നമുക്ക് CSSനകത്ത് മൊത്തം 2 ടൈപ്സ് ഓഫ് യൂണിറ്റ്സ് ഉണ്ട്. which are absolute absolute spelling absolute and relative. So relative നമുക്ക് മൊത്തം 2 കൈൻഡ് ഓഫ് എന്തുണ്ട് യൂണിറ്റ്സ് ഉണ്ട്. ആബ്സല്യൂട്ടും ഉണ്ട്, റിലേറ്റീവും ഉണ്ട്. അതില് ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആബ്സല്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ആബ്സല്യൂട്ട് യൂണിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് എല്ലായിടത്തും ഒന്ന് തന്നെ ആയിരിക്കും. എൻ്റെ വീട്ടിലൊരു പിക്സലും ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ഓരോ പിക്സൽ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. പിക്സൽ ഉണ്ട്, PC ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്. എൻ്റെ സ്കെയിലില് സെന്റിമീറ്റർ, നിങ്ങളുടെ സ്കെയിലിൽ സെന്റിമീറ്റർ രണ്ടാണോ? അല്ല. സോ മില്ലിമീറ്റർ ഉണ്ട്. കിലോമീറ്റർ ഒന്നും നമ്മൾ സ്റ്റൈൽ ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ആബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ റിലേറ്റീവ് ഉണ്ട്. റിലേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് പെടുന്നതാണ് ആര്? EM ഉണ്ട്, REM ഉണ്ട്, VH ഉണ്ട്, VW ഉണ്ട്. ഇതൊക്കെയാണ് റിലേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ പെർസെൻറ്റേജ് ഉണ്ട്. ഇതെന്നൊക്കെ പറയുന്നത് ഓരോ ആൾക്കാർക്ക് ഓരോന്നായിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ടു വാട്ട് ദേ ആർ റിലേറ്റഡ് ടു. ഇതിൽ VH ഉം VW എന്ന് പറയുന്നത് വ്യൂ പോർട്ട് ഹൈറ്റും വ്യൂ പോർട്ട് വിഡ്ത്തും ആണ്. ദാറ്റ് ഈസ് ലൈക്ക് ഈ ഞാൻ കാണുന്ന സ്ക്രീനിന്റെ വിഡ്ത്തും ഹൈറ്റും എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോ 537 എന്റെ വിഡ്ത്ത്, 846 എന്റെ ഹൈറ്റ്. സോ ഇത് രണ്ടും ആയിരിക്കും എന്റെ വ്യൂ പോർട്ട് ഹൈറ്റും വ്യൂ പോർട്ട് വിഡ്ത്തും. അത് വേരീസ്. ലൈക്ക് എന്റെ സ്ക്രീൻ സൈസ് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോ ഇതിനെ പിടിച്ച് ചെറുതാക്കിയാൽ എന്റെ വ്യൂ പോർട്ടിന്റെ ഹൈറ്റും വിഡ്ത്തും കുറയും. ഇത് വലുതാക്കി അത് മാറിക്കൊണ്ടിരിക്കും. സോ ദേ ആർ റിലേറ്റീവ് ടു ദ സ്ക്രീൻ. ഇനി പെർസെൻറ്റേജ് ആണെങ്കിൽ അത് പാരന്റിന്റെ സൈസുമായിട്ട് റിലേറ്റ് ചെയ്തായിരിക്കും. EM ഉം REM എന്ന് പറയുമ്പോഴത്തേക്ക് REM മീൻസ് ഫോർ റൂട്ട് EM. സോ റൂട്ട് EM ഉം ഇത് EM എന്ന് തന്നെയാണ് പറയുന്നത്. സോ റൂട്ട് EM എന്ന് വെച്ചാൽ ഇത് ബേസിക്കലി എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഫോണ്ട് സൈസുകൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. സോ ഞാനിപ്പോ എൻ്റെ ഇതിനകത്ത് ഇവിടെ ഒരു പീറ്റ കിട്ടുന്ന
This is a p tag. സോ ബൈ ഡിഫോൾട്ട് ഈ പി ടാഗിന്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 16 പിക്സൽ ആയിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു പി ടാഗ് കൂടെ ഡിഫൈൻ ചെയ്യാം. സോ ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് പി ടാഗ് 1ഉം ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് പി ടാഗ് 2ഉം. ഓക്കെ, ഇപ്പൊ എനിക്ക് മൊത്തം 2 പി ടാഗ് ഉണ്ട്. സോ രണ്ടിന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് 16 ആണ്. HTML ബൈ ഡിഫോൾട്ട് ഫോണ്ട് സൈസ് വിൽ ബി 16. സോ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് പി ടാഗിന്റെ അടുത്ത് പറയാം. ഓക്കെ, പി ടാഗിന്റെ അടുത്തല്ല, പി ടാഗ് 1 ഐഡിയ ആയതുകൊണ്ട് ഞാൻ ഹാഷ് ഇടുന്നു. സോ പി ടാഗ് 1ന്റെ അടുത്ത് പറയണം, എടാ നിന്റെ ഫോണ്ട് സൈസ് 16 പിക്സലാണ്, അതാണ് ഡിഫോൾട്ട് പിക്സൽ. സോ പി ടാഗ് 2ന്റെ അടുത്ത് പറയാണ്, എടാ നിന്റെ ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 1 റം ആണ്. സോ 1 റം ആണെങ്കിൽ പോലും ഇവിടെ ഡിഫറൻസ് ഒന്നുമില്ല, കണ്ടോ, ഇത് രണ്ടും ഒരേപോലെ ആയിരിക്കും. ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, ഞാൻ റീലോഡ് ചെയ്താലും ആദ്യത്തെ പി ടാഗ് രണ്ടാമത്തെ പി ടാഗിന്റെ ഫോണ്ട് സൈസ് 1 ആണ്. കാരണം 1 റം ഈസ് ഈക്വൽ ടു 16 പിക്സൽസ്. ഓക്കെ, 1 റം ഈസ് ഈക്വൽ ടു 16 പിക്സൽസ്. സോ അത് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഈ റം ആരുമായിട്ടാണ് റിലേറ്റീവ്? ഫോണ്ട് സൈസ് ആയ 16 പിക്സലുമായിട്ടാണ്. എവിടത്തെ ഫോണ്ട് സൈസ്? റൂട്ടിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫോണ്ട് സൈസ്, ദാറ്റ് ഈസ് 16 പിക്സൽ. സോ ഇതൊരു പുതിയ സെലക്ടർ ആണ്, യൂണിവേഴ്സൽ സെലക്ടർ. ദാറ്റ് ഈസ് ഇതിനകത്ത് എന്ത് കൊടുത്താലും ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ദ ഹോൾ HTML. സോ ഞാൻ ഇവിടെ വന്നിട്ട് ഫോണ്ട് സൈസ് ഇപ്പോ 32 കൊടുത്തു. ഇപ്പോ ആരാണ് വലുതായത്? ആദ്യത്തെ പി ടാഗ് വലുതായില്ല, രണ്ടാമത്തെ പി ടാഗ് ഡബിൾ ആയി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ പി ടാഗ് ഈസ് പിക്സൽ വിച്ച് ഈസ് ആബ്സല്യൂട്ട്, കാരണം എന്റെ പിക്സലും നിങ്ങളുടെ പിക്സലും ഒന്നാണ്. പക്ഷെ റിലേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വേരീസ്. ഈ റൂട്ട് EM എന്ന് പറയുന്നത് റൂട്ടിലെ ഫോണ്ട് സൈസിനെയാണ് റിലേറ്റീവ് ആയിട്ട് വെക്കുന്നത്. ഞാനപ്പോ എന്ത് ചെയ്തു പോയി, റൂട്ടിലെ ഫോണ്ട് സൈസിനെ 14 നിന്നും 32 ആക്കി. ഡിഫോൾട്ട് 16 ആയിരുന്നു, അതിന് ഞാൻ പിടിച്ച് 32 ആക്കി. അപ്പോൾ ഇറ്റ് ഡബിൾ, അപ്പൊ ഇവിടെയും ഡബിൾ ആയി. EM ഇതേപോലെ തന്നെയാണ്, പക്ഷെ റൂട്ടിലെ അല്ല നോക്കുന്നത്, തൊട്ട് പാരന്റ് ആയിട്ടുള്ള ആളുടെ ഫോണ്ട് സൈസിനെയാണ് നോക്കുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ ഡേ 4ൽ കവർ ചെയ്ത സാധനങ്ങൾ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡു ആസ്ക് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, സോ അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡേ 1, 2, 3, 4 മാരത്തോൺ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. സോ നമ്മുടെ ഗ്രൂപ്പിലെ പോളിനകത്ത് ഇപ്പോൾ എത്ര പേര് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 37 പേര് കൊടുത്തിട്ടുണ്ട് guys. സോ ആ 37 പേരും പിന്നെ ഒരു 7 പേരും ഒരു 4 പേരും ഈ വീഡിയോ കണ്ടിട്ട് നാളത്തെ ക്ലാസ്സിൽ വരണമെന്നുള്ളതാണ് എൻ്റെ ശുഭപ്രതീക്ഷ. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും വന്നെങ്കിൽ മാത്രമേ ഞാൻ ഇപ്പോൾ ഈ മാരത്തോൺ റെക്കോർഡിങ് ചെയ്യുന്നതിന് വാല്യൂ ഉള്ളൂ. നാളെ അപ്പോൾ എൻ്റെ തൊണ്ട അടിച്ചു പോയിട്ടില്ലെങ്കിൽ നമ്മൾ 7:30 കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെ ശുഭരാത്രി, ശുഭനിദ്ര ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയില്ല.